ഇടുക്കി ജില്ലയിലെ ലഹരി വ്യാപനം തടയുന്നതിന് പ്രത്യേക യജ്ഞവുമായി പോലീസ് സ്കൂളുകളും കോളേജുകളും റെസിഡൻഷ്യൽ മേഖലകളും കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടി നടത്തും. ജില്ലയിൽ രാസലഹരിയേക്കാൾ കഞ്ചാവിന്റെ ഉപയോഗമാണ് കൂടുതൽ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ഒരു മാസത്തെ പോലീസിന്റെ ലഹരി പരിശോധന രണ്ടിരട്ടിയായാണ് വർദ്ധിപ്പിച്ചത്. അതിനാൽ തന്നെ ജില്ലയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകളിലും വർധനയുണ്ടായി. ഡാൻസ് ഓഫ് ടീമിന്റെയും ടാസ്ക് ഫോഴ്സിന്റെയും പരിശോധനകളാണ് പോലീസ് ഊർജിതമാക്കിയത്. ലഹരി വിപണനം ചെയ്യുന്ന ആളുകളെ ലക്ഷ്യം വെച്ചുള്ള പരിശോധനയാണ് പ്രധാനമായും. ലഹരിക്ക് അടിമകളായി മാറിയ ആളുകളെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി ചികിത്സ നൽകും. ഇത് കൂടുതൽ ഫലപ്രദമാകുന്ന രീതിയിൽ നടപ്പിലാക്കാനാണ് പോലീസിന്റെ ശ്രമം. സ്മോൾ ക്വാണ്ടിറ്റിയോ ഉപയോഗിക്കുന്നവരെയൊക്കെ നമ്മൾ കേസെടുത്തു കഴിഞ്ഞാൽ അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയിട്ട് അവർക്ക് ഒരു കൗൺസിലിംഗ് അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഭേദമായ ഡോക്ടർ സർട്ടിഫിക്കറ്റുമായിട്ട് വരുമ്പോൾ നമ്മൾ ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത കോടതിക്ക് ഇത് വെച്ചിട്ട് ലെറ്റർ കൊടുത്തിട്ട് അവരെ കുറ്റകൃത്യം ഒഴിവാക്കി വിടുന്നൊരു സംവിധാനം ആ ലെവലിൽ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ലഹരിക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ കോളേജുകളിലും സ്കൂളുകളിലും റെസിഡൻഷ്യൽ ഏരിയകളിലും ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ക്യാമ്പസ് ബീറ്റ്സ് എന്ന പേരിലാണ് ബോധവൽക്കരണ പരിപാടികൾ പ്രധാനമായും നടത്തുക. സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ജില്ലയിലെ 4 ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസുമായും ഫോറസ്റ്റുമായും സഹകരിച്ച് സ്പെഷ്യൽ ഡ്രൈവുകൾ ഉണ്ടാകും. ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയായിരിക്കും പരിശോധന. 24 ഇടുക്കി. എന്തായാലും ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ലഹരി വിരുദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് നമ്മളൊരു ജനകീയ മൂവ്മെൻ്റാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജ്യോതിർഗമയെ നമ്മൾ ആരംഭിച്ചത്. ഇത് SKN40യുടെ 2ാം ഘട്ടമാണ്. 1ാം ഘട്ടത്തിൽ നമ്മൾ കണ്ടത് ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു. അപ്പോൾ ആ കുറേ അധികം റെയ്ഡുകളും ഒക്കെ തന്നെ നടത്തി ബോധവൽക്കരണം ഉണ്ടായി. പല മാധ്യമപ്രവർത്തകരും ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ലഹരി വിരുദ്ധ പരിപാടിക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില മാറ്റങ്ങൾ കേരളത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാരെ ഇപ്പോൾ അകത്താക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ പോലും കേരളത്തിൽ ഇത് പൂർണ്ണമായി ഒഴിവായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി അതിശക്തമായി ഈ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.